ഹലോ എവ്രി വൺ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ഒരുപാട് നാളത്തെ അധ്വാനത്തിന് ശേഷം UPSC എക്സാം വളരെ ഭംഗിയായിട്ട് എല്ലാവരും എഴുതി കഴിഞ്ഞിരിക്കുകയാണെന്ന് അറിയാം. ചിലർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, ചിലർക്ക് വേണ്ടത്ര ഒരു രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇനി അതൊന്നും ചിന്തിച്ചിരിക്കേണ്ട ഒരു സമയമാണ് അല്ലേ? അല്ല, നമ്മൾ UPSC എക്സാമിന് നമ്മുടെ ബെസ്റ്റ് എഫേർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി. ഇനി നമ്മൾ റിസൾട്ട് വരുമ്പോഴാണ് അതിലോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. വൈകാതെ അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ് HSC എക്സാമിന്റെ. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് HST ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹൈസ്കൂൾ ടീച്ചർ അസിസ്റ്റന്റ് പോസ്റ്റിലോട്ട് UP കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഹയർ പോസ്റ്റ് അല്ലെ, ഹൈസ്കൂൾ ടീച്ചർ ആയിട്ടുള്ള ഇംഗ്ലീഷ് പോസ്റ്റുകളിലേക്ക് നമുക്ക് ഉടനെ തന്നെ എക്സാം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു എക്സാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റ് നോക്കും, HST അല്ലെ, HST ഇംഗ്ലീഷ് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷിൽ അതിന് നമ്മൾ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് എന്നാണ് പറയുന്നത്. ആ ഒരു പോസ്റ്റിന് അന്നത്തെ പേ സ്കെയിൽ, കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പേ സ്കെയിൽ എന്ന് പറയുന്നത് 29,200 to 60,400 ആണ്. ദെൻ അത് എക്സാം എഴുതാനുള്ള ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നത് 18 to 40 ആണ് കേട്ടോ. 18 to 40 എന്നുള്ള രീതിയിലാണ്. ജനറൽ കാറ്റഗറിന്റെ ഒരു ഏജ് ലിമിറ്റ് ആണ് 40 ആയിട്ട് പറയുന്നത്. ഓക്കെ, ബാക്കി റിസർവ്ഡ് കാറ്റഗറീസിനൊക്കെ ഡിഫറെന്റ് ഏജ് ക്രൈറ്റീരിയാസ് ആയിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ കഴിഞ്ഞ നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ആർക്കൊക്കെ ഈ ഒരു എക്സാം എഴുതാം, ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഓക്കെ, ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഡിഗ്രിയോ PGയോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, പക്ഷെ അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ എന്ന് തന്നെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങളൊരു ലിംഗ്വിസ്റ്റിക് ഗ്രാജുവേറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ വേൾഡ് ലിറ്ററേച്ചറിലെ ഗ്രാജുവേറ്റ് ആണെങ്കിലോ ഒന്നും നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, അതിനകത്ത് ഇൻ കേസ് നിങ്ങൾ ഡിഗ്രിക്ക് ചിലപ്പം ഒരു ഹിസ്റ്ററിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സബ്ജക്ട് എടുത്തിട്ട് പോസ്റ്റ് ഗ്രാജുവേഷന് നിങ്ങൾ ലിറ്ററേച്ചർ എടുക്കുന്നു, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എടുക്കുന്നു, അതിനുശേഷം BEd നിങ്ങൾ ഇംഗ്ലീഷിൽ എടുക്കുന്നു, നിങ്ങളുടെ റെസ്പെക്റ്റീവ് സബ്ജക്ട് ആയിട്ടുള്ള ഇംഗ്ലീഷിലാണ് എടുത്തതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുന്നതാണ്. ഡിഗ്രി വേറെ സബ്ജക്ട് എന്നുള്ള വിഷയമല്ല, നിങ്ങൾ PG ചെയ്തിട്ട് ഇംഗ്ലീഷിലാണോ അല്ലെങ്കിൽ ആ ഒരു ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് BEd ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു 3 year ഡിഗ്രി പ്ലസ് ഒരു BEd ആണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ തന്നെ ആയിരിക്കണം. നെക്സ്റ്റ്, BEd ഇംഗ്ലീഷിലാണെന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് ഹാസ് ടു ബി റെക്കഗ്നൈസ്ഡ് ബൈ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. ഓക്കെ, കേരളത്തിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. നെക്സ്റ്റ്, മസ്റ്റ് ഹാവ് പാസ്ഡ് ദി കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെ, KTET കാറ്റഗറി 3യും കൂടെ നിങ്ങൾ പാസ് ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കാറ്റഗറി 3യും കൂടെ പാസ് ആയിട്ടുണ്ടായിരിക്കണം. ഇനി എക്സംഷൻസ് ഉണ്ട് കേട്ടോ. കാറ്റഗറി 3 ആർക്കൊക്കെ എക്സംപ്റ്റഡ് ആണ്? കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ക്വാളിഫൈഡ് CTET, NET, SET, MPhil, PhD. ഇത്രയും കാൻഡിഡേറ്റ്സിന് KTET 3 ബാധകമല്ല. അല്ലാത്തവര് ഡെഫിനറ്റ്ലി KTET 3 ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ KTET 3, BEd ഇൻ ഇംഗ്ലീഷ്, PG ഓർ ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ക്വാളിഫിക്കേഷന്റെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന KTET ഒക്കെ നിങ്ങൾ BEd കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ വരുന്ന KTET ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ KTET ഒക്കെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എങ്ങനെയായിരിക്കും എക്സാം ഡെഫിനറ്റ്ലി MCQ ടൈപ്പ് ആണ് കേട്ടോ. MCQലാണ് ചോദ്യങ്ങൾ വരിക. 2 പാർട്ടായിട്ട്, പാർട്ട് A, പാർട്ട് B. പാർട്ട് എയിൽ നമുക്ക് ജനറൽ പേപ്പർ ആയിട്ട് വരും. പാർട്ട് ബിയിലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സബ്ജക്ട് ആയിട്ട് വരുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജ് വരുന്നത് പാർട്ട് ബിയിലാണ്. ഓക്കെ, ഈ ഒരു പാർട്ട് എയിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? മൊഡ്യൂൾ 1, 2, 3 ആയിട്ടാണ് പാർട്ട് A വരുന്നത്. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് മിനിമം KTET ഉള്ള കുട്ടികളായിട്ടല്ല. നേരത്തെ KTET എക്സാം ചെയ്യപ്പെട്ട കുറച്ച് ലിസ്റ്റ് ഓഫ് കുട്ടികളെ പറഞ്ഞു അല്ലെ, സെറ്റും നെറ്റും ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള കുട്ടികളായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. സോ അവിടെ എല്ലാവർക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആയിരിക്കും നമ്മുടെ കോർ സബ്ജക്ട് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നതിൽ ഈ പാർട്ട് എയിൽ വരുന്ന മൊഡ്യൂൾസിന് നല്ല പ്രാധാന്യം ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഒരു PSC എക്സാം എഴുതുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലിസ്റ്റിൽ വരാന്ന് മാത്രമല്ല, ഏറ്റവും ടോപ്പ് റാങ്കിൽ വരിക എന്നുള്ളതാണ് അല്ലെ. ആ ഒരു സമയത്ത് പാർട്ട് A വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ പാർട്ട് എയിൽ എന്തൊക്കെയാണ്?
മൊഡ്യൂൾ 1 റിനൈസോൺസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്. ഓക്കെ, റിനൈസോൺസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് ആണ് മൊഡ്യൂൾ 1 പറയുന്നത്. മൊഡ്യൂൾ 2 എന്താണ്? ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സും ജനറൽ നോളജും യൂഷ്വലി നമ്മൾ PSC കാണുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെ. നെക്സ്റ്റ് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റിന്റെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ആണ്. ഈ ഒരു രീതിയിലാണ് പാർട്ട് എയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. പാർട്ട് ബിയിലോട്ടാണ് നമ്മുടെ കോർ സബ്ജക്ട് അല്ലെ. മൊഡ്യൂൾ 1 നമുക്ക് പോയട്രി ഉണ്ട്, മൊഡ്യൂൾ 2 നമുക്ക് ഡ്രാമ ഉണ്ട്, മൊഡ്യൂൾ 3 നമുക്ക് പ്രോസ് ആൻഡ് ഫിക്ഷൻ ഉണ്ട്, മൊഡ്യൂൾ 4 എത്തുമ്പോഴേക്കും ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ടേംസ്. ഇതിനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സിലബസ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ സിലബസ് നമ്മൾ അനലൈസ് ചെയ്യാത്തത് ചിലപ്പം സിലബസ് മാറാം. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ചേഞ്ചിങ് ടോപ്പിക് മാത്രം നമ്മൾ ഡീറ്റെയിലോട്ട് പോവാത്തത്. മാറിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു സിലബസ് തന്നെ ഫോളോ ചെയ്യാം, മാറുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു PSC എക്സാം ആയതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇതിന് കൃത്യമായിട്ടുള്ള സിലബസ് ഉണ്ട്. ആ സിലബസിനെ ബേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു ഏരിയാസിൽ മാത്രമായിരിക്കും ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ സിലബസിൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ്. അതുപോലെ തന്നെ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ടേംസ്. ഓക്കെ, ക്രിറ്റിസിസത്തിൽ നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട് അല്ലെ. എലൈൻ വാൾട്ടറിന്റെ ബുക്സ് ഉണ്ട്, TS എലിയറ്റിന്റെ ബുക്സ് ഉണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ക്രിറ്റിസിസം മാത്രമേ അങ്ങനെ പെർട്ടിക്കുലർ ടെക്സ്റ്റുകളായിട്ട് മാറാൻ സാധ്യതയുള്ളൂ. ഓൺ ദി അതർ ഹാൻഡ് ലിറ്റററി തിയറി മാറില്ല അല്ലെ. ബേസിക് തിയറി കോൺസെപ്റ്റുകൾ ഉണ്ട്, ഡിഫറെന്റ് തിയറീസ് ഉണ്ട്, പോസ്റ്റ് കൊളോണിയലിസം, സൈക്കോ അനാലിസിസം, മാർക്സിസം, ഫെമിനിസം, ആ തിയറികളൊന്നും മാറില്ല. അതുകൊണ്ട് മൊഡ്യൂൾ 4 ലിറ്റററി തിയറി ഒക്കെ നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഓക്കെ, പാർട്ട് ബിയിൽ നെക്സ്റ്റ് 5th മൊഡ്യൂൾ എന്താണ്? ലിംഗ്വിസ്റ്റിക് ഫോണറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ്. ഈ ഒരു ഏരിയയും എന്തായാലും മാറാൻ പോകുന്നില്ല. ഇനിയുള്ള ടോപ്പിക്സിലൊന്നും മാറില്ല, ഇതെല്ലാം പെർമനന്റ് ടോപ്പിക്സുകളാണ്. ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ്, ലാംഗ്വേജ് ആൻഡ് പെറോൾ, കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ്, ദെൻ ഓർഗൻസ് ഓഫ് സ്പീച്ച്. ഓക്കെ, ലിംഗ്വിസ്റ്റിക്സിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഏരിയ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് മൊഡ്യൂൾ 5 മൊഡ്യൂൾ 5 പിന്നീട് വരുന്നത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് ആൻഡ് സൗണ്ട്സ്, ദെൻ സ്ട്രെസ്, റിതം, ഇന്റർനേഷൻ അല്ലെ. വേർഡ്സ് തന്നിട്ട് സ്ട്രെസ് ഐഡന്റിഫൈ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ സ്ട്രെസ് മാർക്ക് ചെയ്യാൻ പറയും. ദെൻ ട്രാൻസ്ക്രിപ്ഷൻ, വേർഡ്സ് തന്നിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറയാം. നെക്സ്റ്റ് ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്, ലോൺ വേർഡ്സ്, ലാറ്റിൻ, സ്കാൻഡിനേവിയൻ, ഫ്രഞ്ച് അല്ലെ. ഫോറിൻ ലാംഗ്വേജിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ ലാംഗ്വേജ് ഫാമിലിനെ കുറിച്ച് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്തരത്തിലൊക്കെയാണ് ലിംഗ്വിസ്റ്റിക് ഫോണറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് എന്നുള്ള ഏരിയയിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ കോമ്പറ്റീവ് ക്രാക്കറിൽ നമ്മൾ ഓൾറെഡി ബാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി വരുന്ന HST ഇംഗ്ലീഷ് പോസ്റ്റിലോട്ട് PSC എഴുതാൻ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ വലിയൊരു അസിസ്റ്റൻസോട് കൂടിയാണ് നമ്മുടെ കോമ്പറ്റീവ് ക്രാക്കർ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കറക്റ്റ് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയാണ് ഇത്തവണ കോമ്പറ്റീവ് ക്രാക്കർ HST ബാച്ചുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. പിന്നീട് നമുക്ക് വരുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 6, ദാറ്റ് ഇസ് മോഡേൺ ഇംഗ്ലീഷ് യൂസേജ്. ഓക്കെ, മോഡേൺ ഇംഗ്ലീഷ് യൂസേജിൽ നമുക്ക് എന്താണ് ആദ്യം വരുന്നത്? സെന്റൻസ് കറക്ഷൻ അല്ലെ. സെന്റൻസ് കറക്ഷൻ എന്ന് പറയുമ്പോൾ എറർ സ്പോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ദെൻ വൊക്കാബുലറിയിൽ എന്തൊക്കെയാണ്? ഓൾവേസ് നമ്മൾ കാറ്ററ്റിന് പഠിച്ചിട്ടുള്ള ഏകദേശം ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ വരുന്നുള്ളൂ. സിനോണിംസ് ഉണ്ട്, ആന്റണിംസ് ഉണ്ട്, വൺ വേർഡ് റീപ്ലേസ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ കോമൺലി കൺഫ്യൂസ്ഡ് വേർഡ്സ് അല്ലെ, ഹോമോഫോൺസ് പോലുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വേർഡ്സ് വരുന്നുണ്ട്. ദെൻ ലാംഗ്വേജ് ഫംഗ്ഷൻസ് സച്ച് ആസ് അഗ്രീയിങ്, കംപ്ലൈനിങ് അല്ലെ. ലാംഗ്വേജ് ഫംഗ്ഷൻസ്, ഫ്രെയിമിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ദെൻ അപ്രോപ്രിയേറ്റ് വേർഡ് ഓർഡർ വരുന്നുണ്ട്, സെന്റൻസിന്റെ ഓർഡർ ചോദിക്കാം, ഇഡിയംസ് ചോദിക്കാം, പാസേജ് കോംപ്രിഹെൻഷൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് മൊഡ്യൂൾ 6. ദെൻ മൊഡ്യൂൾ 7 വരുമ്പോഴേക്കും ബേസിക് ഗ്രാമർ. ഓക്കെ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഏരിയാസ് ആണ്. ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻ, ക്ലോസസ്, ടെൻസസ്, ഫ്രേസൽ വെർബ്സ്, കൺജങ്ഷൻസ്, റിപ്പോർട്ട് സ്പീച്ച്, വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ദെൻ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ വോയിസ് ചേഞ്ചിങ്. ഓക്കെ, ഇത്തരത്തില് മൊഡ്യൂൾ 7 വരുന്നു. അത് കഴിഞ്ഞ് മൊഡ്യൂൾ 8 നമ്മുടെ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് അല്ലെ, പെഡഗോജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 8 എന്തൊക്കെയാണ്? വീണ്ടും നമ്മൾ കേട്ടറ്റിനെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് തോട്ട്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം. ദെൻ സ്കിൽസ് എന്തൊക്കെയാണ്? LSRW അല്ലെ, ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അത്തരത്തിലുള്ള സ്കിൽസും സബ് സ്കിൽസും ഒക്കെ അറിഞ്ഞിരിക്കുക. ലാംഗ്വേജും അക്വിസിഷനും തമ്മിലുള്ള കാര്യങ്ങൾ. ദെൻ മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ്, ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഗ്രാമർ, ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഓഡിയോ ലിംഗ്വൽ, ഡയറക്ട് മെത്തേഡ്, സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷണൽ അപ്രോച്ച്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, ബൈലിംഗ്വൽ മെത്തേഡ്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, അങ്ങനെ ഡിഫറെന്റ് അപ്രോച്ചസ് ആൻഡ് മെത്തേഡ്സ് ഒക്കെയാണ് 4th ടോപ്പിക് ആയിട്ട് പറയുന്നത്. 5th ടോപ്പിക് എന്താണ്? യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആൻഡ് ICT. നെക്സ്റ്റ് ടീച്ചിങ് ഓഫ് പ്രോസ്, പോയട്രി, ഗ്രാമർ അല്ലെ. നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ഗ്രാമറിനെ നമ്മൾ എങ്ങനെ കുട്ടികൾക്ക് മുന്നിൽ എത്തിക്കും, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. ദെൻ ഒബ്വിയസ്ലി ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ. Then learner types, different types of learners ഉണ്ട്. Then teaching learners with disability അല്ലെ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. Then NCF, KCF on teaching of the English.
ഇത്തരത്തിലാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു സിലബസ് വരുന്നത്. ഇനി ഇതിനകത്ത് ചേഞ്ചസ് വരും എന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, പാർട്ട് ബിയിൽ ഏർലി ടെക്സ്റ്റുകളായിട്ടുള്ള, അതായത് ലിറ്ററേച്ചർ ബേസ്ഡ് വരുന്ന ടെക്സ്റ്റുകളിൽ മാത്രമേ നമുക്കൊരു ചേഞ്ചസ് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കി ലിറ്റററി തിയറി ആയിക്കോട്ടെ, ലിംഗ്വിസ്റ്റിക്സ് ആയിക്കോട്ടെ, ഗ്രാമർ ആയിക്കോട്ടെ, പെഡഗോജി ആയിക്കോട്ടെ, ഈ ഏരിയകളൊന്നും മാറാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ പേപ്പറും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു ഏരിയകളൊക്കെ നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. എത്രത്തോളം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ പ്രിപ്പറേഷൻ ഈസി ആയിക്കൊണ്ടിരിക്കും, അല്ലെ? മെമ്മറൈസേഷൻ ആണ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും. അപ്പൊ നമ്മൾ എത്രത്തോളം നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രത്തോളം നേരത്തെ നമുക്ക് മെമ്മറൈസ് ചെയ്ത് തുടങ്ങാൻ പറ്റും. അതുകൊണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മൾ ഇപ്പോൾ തന്നെ ഒരു HST ഇംഗ്ലീഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഡെയിലി ടോപ്പിക് റിവിഷൻസ് ഉണ്ടായിരിക്കും. സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ലൈവ് ക്ലാസ്സസും അതിന്റെ റെക്കോർഡ്സും കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾ ട്രാക്ക് ചെയ്യാനുള്ള മോഡൽ എക്സാംസും അതുപോലെ തന്നെ PYQ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ആക്സസ് വേണമെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിലുള്ള HSTയുടെ അടക്കം മറ്റ് സബ്ജക്റ്റുകളുടെ ഒക്കെ വീഡിയോസിനും അപ്ഡേറ്റ്സിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.